ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പൈസി മിക്സർ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കടലമാവ് 4 കപ്പ്, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ഞാനിവിടെ കളറിന് വേണ്ടി കാശ്മീരി ആണ് യൂസ് ചെയ്യുന്നത്, കായപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി തൊലിയോടുകൂടി 4 അല്ലി, ഉപ്പ് ആവശ്യത്തിന്, പൊട്ടുപരിപ്പ് 3/4 കപ്പ്, കപ്പലണ്ടി 3/4 കപ്പ്, കറിവേപ്പില 3 തണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇത് അവസാനം വേണ്ടതിനായിട്ട് ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനിയും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കടലമാവിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇവ ചേർക്കാം. ഇതിന് ആവശ്യമായ ഉപ്പും ചേർക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. നല്ല രീതിയിൽ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു 3/4 കപ്പ് മാറ്റി വെക്കാം. അവസാനം നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മാവിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നമുക്ക് കുഴച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മതി. കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലാക്കിയാൽ മതി. നമുക്ക് ഇത് വറക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം, കുഴിവുള്ള പാത്രം. ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സേവ ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മാവ് എടുക്കാം. എണ്ണ നന്നായി ചൂടാതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സേവ കറക്കി കൊടുക്കാം. ഇതൊരു വശം നമുക്ക് ഫ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം, ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം.
നമ്മുടെ സേവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ച 1/4 കപ്പ് മാവ് നമുക്ക് കലക്കിയെടുക്കാം ബൂന്തി ഉണ്ടാക്കാനായിട്ട്. ഇതേപോലെ ഒരു ഹോളുള്ള തവിയിലേക്ക് കുറേശ്ശെ ആ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രിസ്പി ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇത് ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിലോട്ട് കപ്പലണ്ടിയും ഫ്രൈ ചെയ്യാം. നമ്മുടെ കപ്പലണ്ടി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ സേവ ഉണ്ടാക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ തന്നെയാണ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത്. നമുക്ക് വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി, തൊണ്ടോടുകൂടി ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊട്ടുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നാകുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. ഏകദേശം ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ, ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. കുറേശ്ശെയായിട്ട് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സറിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ സേവയൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. സേവ ഇവിടെ ഞാൻ പൊടിച്ചെടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ച എല്ലാ വറവകളും, അതേപോലെ ഞാൻ ആദ്യം മാറ്റി വെച്ച മുളക് പൊടിയും കായപ്പൊടിയും ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് ഐസ് ടീ ആണ് എടുത്തിരിക്കുന്നത്. ആരും ഈ കളറ് കണ്ട് തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.